മഴക്കാറ് പോലും ഇല്ലാത്തപ്പോൾ പെയ്തൊരു മഴ. വെറും മഴയല്ല, ഇറച്ചി മഴ, ബീഫ് ഫ്രൈ. കെൻറ്റുക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് പെയ്ത ഈ മഴ ഇന്നും കൗതുകമാണ്, സ്ട്രേഞ്ചാണ്. നമ്മൾ ചുവന്ന മഴ, തീമഴ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത് വേറെ. സ്ഥലം USA കെൻറ്റുക്കി. ഈ സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിലും അവിടുത്തെ ഫുഡ് നിങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്, കഴിച്ചിട്ടുണ്ടാവും. KFC, കെൻറ്റുക്കി ഫ്രൈഡ് ചിക്കൻ എന്നാണ്, അവിടെ നിന്നാണ് ഈ ഫുഡ് ഉണ്ടായത്. അപ്പോൾ അവിടെ ഒളിമ്പ്യ സ്പ്രിങ്സ് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ 1876 മാർച്ച് 3 രാവിലെ ഏകദേശം 11-നും 12-നും ഇടയ്ക്കാണ് പെട്ടെന്നൊരു മഴ പെയ്തത്. ആർക്കും ഒരു ഐഡിയയും കിട്ടിയില്ല. നമ്മൾ ഈ ആലിപ്പഴമൊക്കെ വീഴുന്നു എന്ന് പറഞ്ഞ മാതിരി 2 ഇഞ്ച് കനത്തിൽ ഇങ്ങനെ ബീഫ് മഴ ആ ഒരു ഏരിയ മൊത്തം കുറച്ച് നേരത്തേക്ക് ഇത് അങ്ങോട്ട് പെയ്തു. എന്താ, എവിടുന്ന് ഏതാ, ഒരു ഐഡിയ ഇല്ല. പല ആൾക്കാർക്കും കൗതുകത്തോടൊപ്പം പേടിയും തുടങ്ങി. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഇല്ല. ചില ധൈര്യശാലികൾ ആ ബീഫ് എടുത്തു കൊണ്ടുപോയി കുക്ക് ചെയ്ത് കഴിച്ചു നോക്കുകയും ചെയ്തു. അവർക്ക് തോന്നിയത് ഏതോ ഒരു മട്ടൻ്റെ ടേസ്റ്റാണ്. സംഗതി നേരെ ലാബോറട്ടറിയിൽ എത്തി. അവിടെ LD കാസ്റ്റൻബൻ എന്ന് പറയുന്നൊരു പുരാതന വൈദ്യൻ്റെയും സയൻറ്റിസ്റ്റുകളുടെ നേതൃത്വത്തിൽ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കുതിരയുടെ മാംസമാണ്. ഇനി ഇതെങ്ങനെ പെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൂട്ടം, അതായത് ഒരു 1000-ൽ പരം കഴുകന്മാർ ഒരു വലിയ കുതിരയുടെ മാംസം മൊത്തത്തിലകത്താക്കിയിട്ട് അവർ കൂട്ടത്തോടെ ആകാശത്ത് പറന്നു പോകുന്ന സമയത്ത് അവരെല്ലാവരും ഒരുമിച്ച് ഒമിറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായതെന്നാണ് പറയുന്നത്. ഈ കഴുകന്മാർക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. അവർ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറക്കുന്ന സമയത്ത് പറക്കാൻ ബുദ്ധിമുട്ടും പ്രയാസവും ഒരു വെയിറ്റും തോന്നിക്കഴിഞ്ഞാൽ അവർ പതുക്കെ അത് ഒമിറ്റ് ചെയ്ത് കളയും. അങ്ങനെ ഒരു ശീലം. അപ്പോൾ കൂട്ടത്തോടെ പറന്നപ്പോൾ കൂട്ടത്തോടെ ഒമിറ്റ് ചെയ്തപ്പോഴാണ് ഇതൊരു മഴയായിട്ട് വന്നത് എന്നാണ്. പക്ഷേ നാട്ടുകാർ പലരും ഇത് വിശ്വസിച്ചില്ല. കാരണം നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു. അങ്ങനെ 1000-ൽ പരം കഴുകന്മാർ കൂട്ടത്തോടെ പോയാൽ അത് ആരെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെടും. പക്ഷെ അങ്ങനെയൊന്നും ആരും കണ്ടില്ല. മാത്രമല്ല, അതിന് മുമ്പോ പിമ്പോ ഇങ്ങനൊരു മഴ പെയ്യാത്തത് കൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യമാണ്, കൂട്ടത്തോടെ കഴുകന്മാർ പിന്നീട് പറന്നിട്ടില്ലേ, അവർ ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിട്ടില്ലേ എന്ന്. എന്തായാലും 1876 മാർച്ച് 3 ഈ ബീഫ് ഫ്രൈ ഇന്നും കൗതുകമാണ്, സ്ട്രേഞ്ചാണ്.